Hello my dear students, good morning to all. Today we are going to discuss with another important area of first module of Indian economy, salient features of 2011 census. Before going to discuss with census 2011, first we going through the meaning of census. Census is nothing but a process of collecting, compiling, analyzing, evaluating, publishing and disseminating statistical data regarding the population. അപ്പോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് സെൻസസ് എന്ന് പറയുന്നത്. ആ സെൻസസിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആളുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുവാണ്. ദെൻ ആ ഡേറ്റയെ നമ്മൾ കമ്പൈൽ ചെയ്യും. പിന്നെ അതിനെന്ത് ചെയ്യും, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയെ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തൊരു ഫൈൻഡിങ്സിലെത്തിയതിന് ശേഷം ആ ഡേറ്റയെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ദെൻ ഡിസെമിനേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു വലിയൊരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൻസസ് എന്ന്. ഈ ഒരു സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഡെമോഗ്രഫി ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു സോഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകും. ഇവിടുത്തെ ലിറ്ററസി റേറ്റ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, ദെൻ ഇവിടുത്തെ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ദെൻ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, SC/ST പോപ്പുലേഷൻ, ഫെർട്ടിലിറ്റി റേറ്റ്, ദെൻ ലാംഗ്വേജസ്, റിലീജിയൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് എന്തെന്ന് പറയുന്നത് സെൻസസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് കണക്കെടുപ്പ് നടക്കുന്നത്. എന്നാലും മൗര്യ ഡൈനാസ്റ്റി മുതലേ നമ്മുടെ ഇന്ത്യയിൽ ഒരു സെൻസസ് പ്രൊസീജിയർ നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ഒരു കാലഘട്ടം മുതലേ സെൻസസിൻ്റെ കണക്കെടുപ്പ് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നു പോകുന്നുണ്ട്. എന്നാലും ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഈ സെൻസസ് എന്നുള്ളൊരു പ്രൊസീജിയർ ആരംഭിച്ചത് 1865-ലും 1872-ലുമാണ്. ഈ രണ്ട് കാലഘട്ടത്തിൽ സെൻസസ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നടന്നിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ്. എന്നാലും ഇതൊരു ട്രസ്റ്റ് വർത്തി റിസോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് 1881-ലാണ്. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രെഡിബിൾ സോഴ്സാണ്. ഓക്കെ, Next is Census 2011. It is the 50th national census of the country. Mr. C. Chandramouli was the Commissioner and Registrar General of the Census 2011. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ 50th നാഷണൽ സെൻസസ് ആണ് 2011 നടന്ന സെൻസസ് എന്ന് പറയുന്നത്. മിസ്റ്റർ സി ചന്ദ്രമൗലിയാണ് ഈ ഒരു സെൻസസിൻ്റെ കമ്മീഷണറും രജിസ്ട്രാർ ജനറലും എന്ന് പറയുന്നത്. ഈ ഒരു സെൻസസ് 2 ഫേസസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫേസിൽ ഹൗസ് ലിസ്റ്റിങ്ങും സെക്കൻഡ് ഫേസിൽ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള സ്റ്റഡിയുമായിരുന്നു. ഫസ്റ്റ് ഫേസ് 2010 ഏപ്രിൽ 1 മുതലാണ് നടക്കുന്നത്. സെക്കൻഡ് ഫേസ് 2011 ഫെബ്രുവരി 9 to 28 ഒരു പീരീഡിലാണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു സോഴ്സ്, അതായത് സെൻസസ് 2011 അല്ലെങ്കിൽ സെൻസസിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് തന്നെയാണ് ഓൺലി സോഴ്സ് ഓഫ് പ്രൈമറി ഡേറ്റ അറ്റ് വില്ലേജ്, ടൗൺ ആൻഡ് വാർഡ് ലെവൽ. ഈ ഒരു വാർഡ് ലെവലിലായാലും ടൗണിനെ കുറിച്ചായാലും വില്ലേജിനെ കുറിച്ചൊക്കെ ആയാലും നമുക്ക് കിട്ടുന്ന ഒരു ഒറ്റ സോഴ്സ്, പ്രൈമറി സോഴ്സസ് ഡേറ്റ എന്ന് പറയുന്നത് സെൻസസ് തന്നെയാണ്. ഈ ഒരു സോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരുപാട് പോളിസീസൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. Let us discuss with some of the salient features of the census 2011. First one, population. According to the census 2011, India's total population stands at 1.21 billion or 121.09 crores, which is 17.71% more than the last census. അപ്പോൾ നമ്മുടെ 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121.09 ക്രോഴ്സ് അല്ലെങ്കിൽ 1.21 ബില്യൺ ആണ്. 2001 നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 102.87 ക്രോഴ്സ് ആണ്, 102.87 കോടി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 17.71% ആണ്. 2001 to 2011 ഇടയിലുണ്ടായ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ഡെക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 17.71% ആണ്. 1991 സെൻസസ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 84.64 ക്രോഴ്സ് ആണ്. അതായത് ആ 1991 to 2001 ഇടയിലുണ്ടായ ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 21.5% ആണ്.
അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും 1991 ടു 2001 കമ്പയർ ചെയ്യുമ്പോൾ 2001 to 2011 ഡെക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറയുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെമോഗ്രാഫി ട്രാൻസിഷൻ്റെ 3rd സ്റ്റേജിലാണ്. ആ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? കുറയാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 90.97 മില്യണും ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 90.99 മില്യണുമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ ഫീമെയിൽ പോപ്പുലേഷനിൽ 18.3% ഇൻക്രീസും മെയിൽ പോപ്പുലേഷനിൽ 17.1% ഇൻക്രീസുമാണ് ഉണ്ടായിട്ടുള്ളത്. Next important salient feature is rural-urban population. According to Census 2011, our rural areas population was 833.5 million. Urban areas population was 377.1 million. Urban population has gone up from 17.3% in 1951 to 31.2% in 2011. അപ്പോൾ അർബൻ പോപ്പുലേഷനിൽ ഒരു ഗ്രോത്ത് തന്നെ 1951-2011 കാലഘട്ടത്തിൽ കാണിക്കുന്നുണ്ട്. റൂറൽ ഏരിയാസിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 833.5 മില്യണും അർബൻ ഏരിയാസിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 377.1 മില്യണുമാണ്. ഹയർ പ്രൊപ്പോർഷൻ ഓഫ് അർബൻ പോപ്പുലേഷൻ ഈസ് ഇൻ ഡൽഹി. ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത് ഡൽഹിയിലാണ്. 97.5% ആണ്. അതർ 5 states in share of urban population are അറ്റ് ദ ടോപ്പ് 5 നിൽക്കുന്ന അർബൻ പോപ്പുലേഷനിൽ ടോപ്പ് 5 നിൽക്കുന്ന ബാക്കി സ്റ്റേറ്റ്സുകളെന്ന് പറയുന്നത് ഗോവ 62.2%, മിസോറാം 52.1%, തമിഴ്നാടു 48.4%, കേരള 47.7% ആൻഡ് മഹാരാഷ്ട്ര 45.2%. അപ്പോൾ ടോപ്പ് 5 സ്റ്റേറ്റ്സ് ഷെയർ ഇൻ അർബൻ പോപ്പുലേഷൻ ആർ ഗോവ, മിസോറാം, തമിഴ്നാടു, കേരള ആൻഡ് മഹാരാഷ്ട്ര. Another important salient feature is literacy or literacy rate. Literacy rate in India is 2011 has increased by 8% to 73% comparison to 64.8% in 2001. 2011 നമ്മുടെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 73% ആയിരുന്നു. എന്നാൽ 2001 64.8% ആയിരുന്നു. അപ്പോൾ കാണിക്കുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 8% ആണ്. മെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 80.9% ആയിരുന്നു. 2001 5.6% ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 64.6%, 2001 10.9% ഇൻക്രീസ് ഉണ്ട്. ദെൻ highest increase took place in Dadra and Nagar Haveli from 57.6% to 76.2%. അതായത് 2001 നിന്നും 2011 ലിറ്ററസി റേറ്റിൻ്റെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഗ്രോത്ത് ഉണ്ടായത് ദാദ്ര നാഗർ ഹവേലിയിലാണ്. അതായത് 2001 അവിടുത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 57.6% ആയിരുന്നു. എന്നാൽ അത് 2011 ആയപ്പോൾ 76.2% ആയി. 18.6 പോയിൻറ്റ്സ് ആണ് അവിടെ ഇൻക്രീസ് കാണിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 5 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നോക്കാം. ലിറ്ററസിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും എടുക്കുമ്പോൾ നമ്മുടെ കേരളം തന്നെയാണ് ഫസ്റ്റ് പ്ലേസിൽ. നമ്മുടെ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94% ആണ്. നെക്സ്റ്റ് ലക്ഷദ്വീപ് 91.3%, ദെൻ മിസോറാം 91.3%, ദെൻ ഗോവ 88.7% ആൻഡ് ലാസ്റ്റ് ത്രിപുര 87.2%. എന്നാൽ ബോട്ടം 5 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നോക്കുമ്പോൾ ലിറ്ററസിയുടെ കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന സ്റ്റേറ്റുകളുടെ കാര്യം നോക്കുമ്പോൾ ആദ്യം ബീഹാറാണ് 61.8%, ദെൻ അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് ആൻഡ് ആന്ധ്രാപ്രദേശ്. ഈ ബീഹാറിലെ ലിറ്ററസി റേറ്റ് 61.8% ആണ്. ഏറ്റവും കുറവ് ബീഹാറിലാണ് കാണിക്കുന്നതെങ്കിലും 2001 ബീഹാറിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 47% ആയിരുന്നു. അതിൽ നിന്നും 2011 ആയപ്പോൾ 14.8% ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ബീഹാറിൻ്റെ ലിറ്ററസി റേറ്റ് 61.8% ആയി. അപ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലി കഴിഞ്ഞാൽ ഹയസ്റ്റ് ഇൻക്രീസ് കാണിക്കുന്ന പ്ലേസ് ബീഹാറാണ്. അത് കഴിഞ്ഞാൽ ത്രിപുരയാണ്. 14 പോയിൻറ്റ് ഇൻക്രീസ് ആണ് ത്രിപുരയിൽ നമ്മുടെ ലിറ്ററസി റേറ്റിൻ്റെ കാര്യത്തിലുണ്ടായത്. ത്രിപുരയിൽ 2001 73.2% ആയിരുന്നു ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. 2011 ആയപ്പോൾ അത് 87.2% ആയിട്ട് ഇൻക്രീസ് ചെയ്ത് 14.0 പോയിൻറ്റ്സ് ആണ് അവിടുത്തെ ഇൻക്രീസ് കാണിക്കുന്നത്. ഓക്കെ.
Next important salient feature is density of population. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അധിവസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 2011 കണക്കനുസരിച്ച് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 382 മില്യൺ ആണ്. എന്നാൽ 2001 അത് 325 മില്യൺ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഡെക്കേഡിൽ കാണിക്കുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെ ഇൻക്രീസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് ഡൽഹിയിലാണ്. അത് കഴിഞ്ഞാൽ ചണ്ഡീഗഡിലാണ്. Another important salient feature is sex ratio. The sex ratio of population in the country in 2011 stands at 940 females against 1000 males, which is 10% more than the last census, when the number of female per 1000 males stood at 933. അപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 ഫീമെയിൽസ് അഗെയിൻസ്റ്റ് 1000 മെയിൽസ് ആണ്. എന്നാൽ 2001 അത് 933 ഫീമെയിൽസ് അഗെയിൻസ്റ്റ് 1000 മെയിൽസ് ആയിരുന്നു. അപ്പോൾ സെക്സ് റേഷ്യോയുടെ കാര്യത്തിലും ഒരു 10% ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ കാണിക്കുന്നത്. ദെൻ തമിഴ്നാടു, ദെൻ ആന്ധ്രാപ്രദേശ്, ചണ്ഡീഗഡ് ആൻഡ് ഒഡീഷ. തമിഴ്നാട്ടിലേത് 996, ആന്ധ്രാപ്രദേശിൽ 993, ചണ്ഡീഗഡിൽ 991 ആൻഡ് ഒഡീഷയിൽ 979. അപ്പോൾ 2011 സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 ഫീമെയിൽസ് അഗെയിൻസ്റ്റ് 1000 മെയിൽസ്. Next is child population. Child population in the age of 0 to 6 years has increased of 0.4% to 164.5 million in the 2011 from 163.8 million in 2001. അപ്പോൾ 2001 നമ്മുടെ ചൈൽഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതായത് 0ക്കും 6നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 163.8 മില്യൺ ആയിരുന്നു. എന്നാൽ 2011 ആയപ്പോൾ അത് 0.4% ഇൻക്രീസ് ചെയ്ത് 164.5 മില്യൺ ആയി. നമ്മുടെ മെയിൽ ചൈൽഡ് പോപ്പുലേഷൻ ഫീമെയിൽ ചൈൽഡ് പോപ്പുലേഷനേക്കാൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. 2001 കണക്കനുസരിച്ച് 2011 പോകുമ്പോൾ മെയിൽ ചൈൽഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും ഫീമെയിൽ ചൈൽഡ് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഏറ്റവും കൂടുതൽ ചൈൽഡ് പോപ്പുലേഷൻ ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. എന്നാൽ ഏറ്റവും കുറവ് ചൈൽഡ് പോപ്പുലേഷൻ ഉള്ളത് ഹരിയാനയിലാണ്. ഛത്തീസ്ഗഡിൽ 969ഉം എന്നാൽ അത് ഹരിയാനയിൽ 834ഉമാണ്. നമ്മുടെ കേരളത്തിന് ചൈൽഡ് പോപ്പുലേഷനിൽ സെക്കൻഡ് പ്ലേസ് ആണ്, ദാറ്റ് ഈസ് 964. അപ്പോൾ 2000 സെൻസസ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ചൈൽഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 164.5 മില്യൺ ആണ്. ഓക്കെ. Last important salient feature is SC/ST data, Scheduled Caste and Scheduled Tribes data. Scheduled Caste are notified in 31 states and union territories and Scheduled Tribes in 30 states and union territories. അപ്പോൾ നമ്മുടെ 2011 സെൻസസ് അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ 31 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലുമാണ് കാണപ്പെടുന്നത്. അതായത് 1241 എത്നിക് ഗ്രൂപ്പ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 30 സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലുമാണ് കാണപ്പെടുന്നത്. അതായത് 705 എത്നിക് ഗ്രൂപ്പ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് ഇന്ത്യയിലുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ SC പോപ്പുലേഷൻ എന്ന് പറയുന്നത് 201.4 മില്യൺ ആണ്. അതായത് 2001 20% ഇൻക്രീസ് ആണുള്ളത്. എന്നാൽ ST പോപ്പുലേഷൻ എന്ന് പറയുന്നത് 104.3 മില്യൺ ആണ്. 2001 23.7% മോർ ദാൻ ആണ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് 31 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലും ഷെഡ്യൂൾഡ് ടൈപ്സ് എന്ന് പറയുന്നത് 30 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലുമാണ് കാണപ്പെടുന്നത്. ഓക്കെ.